നമ്മൾ ഈ സാക്ഷരതയിൽ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ഭയങ്കരന്മാരാണെന്ന് പറഞ്ഞ് നമ്മുടെ ഇതുവരെയുള്ള രാഷ്ട്രീയ നേതാക്കൾ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പറ്റിക്കലിന്റെ ഫലമായി നമ്മൾ വീണ്ടും വീണ്ടും അങ്ങനെയുള്ളവരെ തിരഞ്ഞെടുക്കുകയും അഴിമതിയിൽ വീണ്ടും വീണ്ടും ആണ്ട് മൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണിത്. അഴിമതി ഒരു ഘടകം മാത്രം. രണ്ടാമത്തെ ഘടകമാണ് ടോട്ടൽ ഇൻഎഫിഷ്യൻസി. ലഹരി മരുന്നൊരു വലിയ പ്രശ്നമാണ് ഇവിടെ. പക്ഷെ അത് നിർത്തലാക്കാൻ ശ്രമിക്കാതെ ബലൂൺ പറപ്പിക്കുക, ചങ്ങല പിടിക്കുക, ഇതൊന്നും കൊണ്ടൊന്നും ലഹരി മരുന്ന് ഉപയോഗം നിൽക്കുന്നില്ല. സ്കൂളിലെ വിദ്യാഭ്യാസ നിലവാരം കുറഞ്ഞു. ഒരു സംസ്ഥാനത്തെ, ഒരു പ്രദേശത്തെ നശിപ്പിക്കാൻ ഏറ്റവും എളുപ്പം എന്താണെന്നറിയോ? വിദ്യാഭ്യാസം തകർക്കുക. ഇപ്പൊ ജപ്പാൻ വലിയ സംസ്ഥാനമാണ്. ജപ്പാനിൽ 2 ആറ്റം ബോംബ് വീണ് ഇടയ്ക്കിടയ്ക്ക് ഭൂമികുലുക്കവും സുനാമിയും വരും. കുറച്ചു കൊല്ലം മുമ്പ് ഫുകുഷിമ ആറ്റമിക് പ്ലാന്റ് തകർന്ന് റേഡിയേഷൻ വന്നു. ഇന്നും ജപ്പാൻ ലോകത്തിലെ 3-ാമത്തെയോ 4-ാമത്തെയോ സമ്പദ്ഘടനയാണ്. ഇനി കോളേജിൽ പോയാലോ, കോളേജ് ഏതാണ്, പാർട്ടി ഓഫീസ് ഏതാണെന്ന് മനസ്സിലാകുന്നില്ല. കുട്ടികളെ കൊണ്ട് കുട്ടിക്കുരങ്ങന്മാരെ രാഷ്ട്രീയം കളിപ്പിച്ച് തമ്മിൽ തല്ലി കൊലയ്ക്ക് കൊടുത്തുകൊണ്ട് നമ്മുടെ കോളേജ് വിദ്യാഭ്യാസം നശിപ്പിക്കുകയാണ്. വിദ്യാഭ്യാസം നശിച്ചാലേ ബുദ്ധിയില്ലാത്തൊരു ജനതയെ വാർത്തെടുക്കാൻ കഴിയുള്ളൂ. ബുദ്ധിയില്ലാത്തൊരു ജനത ഉണ്ടായാലേ നമുക്ക് ചൂഷണം ചെയ്യാൻ കഴിയുള്ളൂ. ഇതാണ് ഒരേ ഒരു ഉദ്ദേശം. ഇത് എല്ലാ മേഖലയും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യക്തിപരമായിട്ട് എല്ലാവരും നല്ല ആൾക്കാരാണ്. നമ്മൾ ഈ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ അറിയാലോ എത്ര നമ്മൾ ത്യാഗം സഹിച്ചാൽ രക്ഷപ്പെടുത്തിയത് എല്ലാവരും. പക്ഷെ ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമ്മൾ പലപ്പോഴും ഈ രാഷ്ട്രീയക്കാരുടെ തെറ്റായ ഇൻഫ്ലുവൻസിൽ പെട്ടിട്ട് നമ്മൾ അവർക്ക് കീഴ്വഴങ്ങി ഇലക്ഷന് പാർട്ടി നന്നാകുക, നേതാവ് നന്നാകുക എന്ന ഒരേ ഒരു ചിന്തയിൽ വോട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അവരും നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മളെ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നത്.